ഇത് ഇന്നത്തെ കഥ. എന്നത്തെയും കഥയ്ക്കൊരു കാരണമുണ്ട്. ആ കാരണം തേടിയും ഞങ്ങൾ അന്വേഷണം നടത്തി. കൊച്ചിയിലെ കായലുകളിൽ ലോഹ മലിനീകരണം നടക്കുന്നതായി പഠനം. വിവിധയിനം മത്സ്യങ്ങളിലും കക്കായിറച്ചിയിലും ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യാന്തര സയൻസ് ജേണൽ സ്പ്രിംഗറിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചത്. കുസാറ്റിലെ മറൈൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റും ചെന്നൈ NIT നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ചും ചേർന്നാണ് പഠനം നടത്തിയത്. വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതിനെ തുടർന്ന് കായലുകളിൽ ലോഹ സാന്ദ്രത ഉയർന്നു. ദോഷകരമായ ലോഹങ്ങൾ മത്സ്യങ്ങൾ ഇവ ഭക്ഷിക്കുന്നുണ്ട്. കായൽ മത്സ്യങ്ങളും കക്കയും കഴിക്കുന്നത് അപകടകരമാണെന്നാണ് പുതിയ പഠനം പറയുന്നത്. എറണാകുളം ആലപ്പുഴ അതിർത്തിയിലെ അരൂർ മുതൽ കൊച്ചിയിലെ വ്യവസായ മേഖലയായ ഏലൂർ വരെയുള്ള കായലുകളിലാണ് കനത്ത ലോഹ മലിനീകരണം. സിങ്ക്, കാഡ്മിയം, ക്രോമിയം എന്നീ 3 ലോഹങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയത്. മത്സ്യങ്ങളിലെയും കക്കയിറച്ചിയിലെയും കാഡ്മിയത്തിന്റെയും സാന്നിധ്യം മനുഷ്യരിൽ ക്യാൻസർ സാധ്യത കൂട്ടും. കാഡ്മിയം വിട്ടുമാറാത്ത ക്യാൻസർ സാധ്യതയിലേക്ക് നയിച്ചേക്കാമെന്ന് കാർസിനോജനിക് റിസ്ക് സൂചിക സൂചിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ലോകത്തിലെ മറ്റ് അഴിമുഖങ്ങളെ അപേക്ഷിച്ച് കൊച്ചിയിലെ കായലുകളിൽ ലോഹങ്ങളുടെ ഉയർന്ന സാന്ദ്രത കാണിക്കുന്നുണ്ട്. ജലം മലിനമാകുന്നത് തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പഠനത്തിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.